വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു ചെന്നാൽ ബി.ജെ.പിയെയും കോൺഗ്രസിനെയും ജനങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കാൻ കിട്ടിയ ആയുധമാണ് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എല്ലാ തുരപ്പന്മാരും കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ്. എല്ലാം മണത്തറിഞ്ഞ് സുരേഷ് ഗോപിയും ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട്. കുക്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാത്ത, ഒരു തുള്ളി കണ്ണുനീർ ഭൂമിയിൽ ചാടിക്കാത്ത സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കാണാം. സുരേഷ് ഗോപിയെ സങ്കടപ്പെടുത്താതെ, ലൂർദ് മാതാവിന് കിരീടം വെച്ച് കൊടുത്ത് ഏകദേശം മാതാവിന് പണി കൊടുത്ത വിഷയത്തെ പറ്റിയൊന്നും ഒരു ചോദ്യം പോലും ചോദിക്കാതെ നല്ല രീതിയിൽ തന്നെ കോവിയെ നമ്മുടെ കുത്തിത്തിരിപ്പ് മാപ്രാസ് കൈകാര്യം ചെയ്യുന്നുമുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുടെ പ്രതികരണം കാണാം. ഇതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരമ്മ ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി സുരേഷ് ഗോപിയെ പോയി കണ്ടപ്പോൾ സുരേഷ് ഗോപി പബ്ലിക്കിന് മുമ്പിലിട്ട് ആ സ്ത്രീയെ അപമാനിച്ച് ആക്ഷേപിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സുരേഷ് ഗോപിയാണ് സിദ്ധാർത്ഥിന് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന കാര്യം ആരും മറക്കരുത്. എന്തായാലും ആ പ്രതികരണം ഒന്ന് കാണാം. സിദ്ധാർത്ഥൻ്റെ കുടുംബാംഗങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാനും അവർക്ക് ആത്മധൈര്യം പകരാനും വേണ്ടിയുള്ള ഒരു സന്ദർശനം മാത്രമാണ്. ഇന്നലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം നടത്തിയ സമരത്തിൻ്റെ ഒടുവിൽ ഉപവാസം അവസാനിപ്പിക്കുന്നതിനും പങ്കെടുത്തിരുന്നതാണ്. തീർത്തും അവരുടെയൊക്കെ തന്നെ ഭാഷയിൽ പറയുന്ന വളരെ നികൃഷ്ടമായ പൈശാചികമായ ഒരവസ്ഥ വിദ്യാർത്ഥി രാഷ്ട്രീയ മേഖലയിൽ എത്രയോ വർഷമായിട്ട് നമ്മളിത് കാണുന്നു അല്ലേ. ഓടിച്ചിട്ടെറിയുന്നു, ആറ്റിൽ ചാടിയതിന് ശേഷം എറിഞ്ഞു കൊല്ലുന്നു. സൗഹൃദം വളർത്തേണ്ട ഒരു പ്രായമാണ്, സ്നേഹം പാകി വളർത്തേണ്ട പ്രായമാണ്. വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ്. സത്യാവസ്ഥ ഉറപ്പായിട്ടും കണ്ടെത്തണം, അതിക്രൂരമായി ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ പറയാനൊക്കൂ. അവരുടെയൊക്കെ അച്ഛനമ്മമാരെ ഓർത്തും ദുഃഖിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ആ അച്ഛനമ്മമാരെന്ത് തെറ്റ് ചെയ്തിട്ടാണല്ലേ എല്ലായിടത്തും പോയി പറയുന്നത് ഇനി ഒരു കുഞ്ഞിന് സംഭവിക്കരുത്, ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു വേദന അനുഭവിക്കേണ്ടി വരരുതെന്ന് നമ്മൾ എല്ലായിടത്തുനിന്നും കേൾക്കുന്നതുമാണ്, നമ്മളും പോയി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതിന് രാഷ്ട്രീയ വ്യത്യാസമോ മറ്റ് ഒരു മതിൽക്കെട്ടുകളും കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ടും പിന്നെയും സംസാരിക്കുന്നുണ്ടെങ്കിൽ വലിയ ച്യൂതികളും ശോഷണങ്ങളുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ രാഷ്ട്രീയ DNA മാറ്റിവെച്ചുകൊണ്ട് ഭരണകർത്താക്കളെല്ലാം ഇതിനകത്ത് ആഘാതമേറ്റത് ആ കുടുംബത്തിന് മാത്രമല്ല, മക്കളുള്ള അധ്യയനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരെയുമാണ് വേദനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഉറപ്പവർക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരവസ്ഥയ്ക്ക് തീർപ്പ് കൽപ്പിക്കണം. ഈ മനോഭാവം, ഈ ഒരു അന്തരീക്ഷം ഒന്ന് മുളയ്ക്കാൻ പോലും, അതിനുള്ള വിത്ത് പാകപ്പെടാൻ പോലും പാടില്ല എന്ന് പറയുന്ന അവസ്ഥ ഉറപ്പ് കൊടുത്തില്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു തിരിച്ചടി ശക്തമായിരിക്കും. അതിന് ഒരു രാഷ്ട്രീയത്തിൻ്റെയും പിന്തുണ അവർക്ക് ആവശ്യമില്ല. സമൂഹത്തിൻ്റെ മനസ്സെന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളിലും ഫെർമെൻറ്റിങ് പ്രോസസ്സിലാണ്. ആ ഒരു ഫെർമെൻറ്റേഷൻ വലിയ സ്ഫോടനാത്മകമായ തിരിച്ചടി ഇതിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതിൻ്റെ കൂടെ ഒരു പൗരനെന്ന നിലയ്ക്ക് ഉറപ്പായിട്ടും നിൽക്കും. ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ഒരു സംഭവത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്.
ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യം കൂടെയാണ്. നിലവിലുള്ള അന്വേഷണത്തിൽ ഒട്ടനവധി പോരായ്മകൾ പറയുന്നുണ്ട്. മാത്രമല്ല CPM-ലെ ലോക്കൽ ആൾക്കാർ തൊട്ട് MLA ആയിട്ടുള്ള ആൾക്കാർ വരെ നേരിട്ട് ഇടപെടുന്നു എന്നാണ് പറയുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഏജൻസിയുടെ അന്വേഷണം കൊണ്ട് ഈ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് കരുതുന്നു. നമ്മളിങ്ങനെയുള്ള ഇപ്പോൾ വന്ദന കേസിലായാലും വ്യക്തമായിട്ട് എല്ലാവരും കണ്ടതാണ്, പോലീസുകാരും കണ്ടതാണ് ആരാണ് ഈ കൃത്യം ചെയ്തതെന്ന്. ഈ 51 വെട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാവർക്കും അറിയാം ഇതാരാ ചെയ്തതെന്ന്. ചെയ്യാത്തവരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാം കുടുംബങ്ങളുടെ അവസ്ഥയും നമ്മുടെ ഹൃദയം നനയിപ്പിക്കണം. അവർ പറയുന്നത് വെറും നുണയാണെന്ന് നമുക്കങ്ങ് തള്ളിക്കളയാനൊക്കത്തില്ല. ഇതിനെല്ലാം ഒരു സത്യമുണ്ട്, കോൺസ്പിറേറ്റേഴ്സ് അവിടെ. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ ലാഞ്ചനയുടെ പുറത്ത് ഇതിനെ പിന്തുണയ്ക്കാനും തെളിവ് നശിപ്പിക്കാനും പ്രതികൾക്ക് കുടപിടിക്കാനും ഇറക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അവരാണ് ഇതിൻ്റെ കോൺസ്പിറേറ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ ആരാണ് ചോദ്യം ചെയ്യുന്നത്? രാജാവ് കള്ളനല്ല എന്ന് ആദ്യം നമുക്ക് വിശ്വാസം വരണ്ടേ? അപ്പോൾ ഒരു പ്രതി രാജാവിനെ നമ്മൾ കാണുന്നു. ഞാൻ പറയും, ഇത് കാലതാമസം കൂടാതെ ജുഡീഷ്യൽ അന്വേഷണം ഇപ്പം ഗവർണർ ഉത്തരവിട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത് ഒരു എക്സ്റ്റേണൽ ഏജൻസി CBI പോലെ ഒരു സംഘം ഉറപ്പായിട്ടും സമീപഭാവിയിൽ തന്നെ ഈ മാസം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. മാർച്ച് 6-7 അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് ആവശ്യപ്പെടുകയോ? അല്ല, അതിപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരണമെന്നില്ല, നമുക്കെപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. പക്ഷെ അവിടെ അല്ലല്ലോ ഇതിരിക്കുന്നത്. ഇവിടെ ഹൈക്കോടതിയിൽ നിന്ന് കനിവുണ്ടാവണം. അതെ, അത് ഹൈക്കോടതി വഴിയാണ്. സ്റ്റേറ്റ് സർക്കാർ അവിടെ സമ്മതിക്കണം. ഒളിക്കാനും മറയ്ക്കാനും രക്ഷിക്കാനും ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആവശ്യപ്പെടുന്നതിന് മുമ്പ് സർക്കാർ അത് കോടതിയിൽ സമ്മതിക്കും. ഞാൻ ആ VCയുടെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു പോർഷൻ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അയാളെയാണ്. ഡീനിനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പക്ഷേ എങ്കിലും സിദ്ധാർത്ഥൻ്റെ അച്ഛനും കുടുംബക്കാരും ഒക്കെ എല്ലാ അവസ്ഥയിലും ആ ഡീനിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ആൾക്കാരാണ്. അവർ പകർന്ന് തന്ന അറിവിൽ നിന്ന് ക്രിമിനൽസൊക്കെയാണ് ഇപ്പോൾ ഡീനും VC ഒക്കെ ആവുന്നത് എന്ന് മാത്രമേ ചോദിക്കാനൊക്കെ. സംശയമാണ്, അതുമൊക്കെ തെളിയിക്കപ്പെടണം. തൃശ്ശൂരിലേക്ക് തന്നെയാണോ? അല്ലല്ല, കുറച്ച് ജോലിയുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം, പഴവങ്ങാടി പോകണം, ശാസ്തമംഗലം മഹാദേവരെ കാണണം. ഇന്ന് പോയില്ല, നാളെ പോകും. കുറച്ച് ജോലി നേരത്തെ പറഞ്ഞു പോയതെല്ലാം ഇന്ന് വെച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റും വായിക്കണം, അത് കഴിഞ്ഞിട്ട് ഓക്കെ. ഇതിന് സമാനമായ ഒരവസ്ഥയും ഒരു വളരെ വിശേഷപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് തൃശ്ശൂർ തന്നെ. പെൺകുട്ടിയാണ്, അതുകൊണ്ട് അതിൻ്റെ ജീവനെ സംബന്ധിച്ച് എനിക്കൊരു ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. തൃശ്ശൂരാണ്. ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രം എനിക്കങ്ങനെ ആ സമയത്ത് ഇതൊന്നും എടുത്ത് പൊട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ വളരെ ഗുരുതരമായ ഒരു സ്ഥിതി വിശേഷമുണ്ട്. അതിൽ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്.
എൻ്റെ ഫോണിൽ ആ കുട്ടിയുടെ അമ്മയുടെ മെസ്സേജസ് മുഴുവനുണ്ട്. ഇല്ലല്ല, സിദ്ധാർത്ഥിൻ്റെ മരണം എന്ന് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. നിയമം തെളിയിക്കട്ടെ. പക്ഷെ അതിൽ അവർ ഭയപ്പെട്ട് ഒരു പിന്നോട്ട് പോക്കെന്ന് പറയുന്നത് നിരന്തരമായിരിക്കണം ഈ പിന്നോട്ട് പോക്ക്. എത്ര ഞാൻ പറയുന്നു. കാരണം അതും വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥിനികളുമുണ്ട്. അത് ക്യാമ്പസിൽ നടന്ന സംഭവമാണോ? വ്യക്തമായില്ലേ? വിദ്യാർത്ഥികളുമുണ്ട് എന്ന് പറയുമ്പോൾ വ്യക്തമല്ലേ?